വരുന്ന ശബരിമല തീർത്ഥാടന കാലത്തും ഭക്തരെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയും ശബരിമലയെ തകർക്കുകയുമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ആചാരലംഘനം നടത്തുവാൻ കൂട്ടുനിന്ന LDF അതിൻ്റെ പേരിൽ പിന്നീട് പല തിരിച്ചടികളും നേരിട്ടുവെങ്കിലും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം ഭക്തർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നുവല്ലോ. അയ്യനെ കാണുവാൻ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് കാത്തു നിന്നിട്ടും അത് സാധിക്കാതെ നിറകണ്ണുകളോടെ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ട ഒരു ഗതികേട് നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. ശബരിമല പണം വാരുവാനുള്ള ഒരു വെറും കറവ പശുവായി മാത്രം കാണുന്ന ഇടത് സർക്കാർ അത് ഓരോ വർഷവും ശബരിമലയിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടുന്ന ഈ സർക്കാർ എപ്പോഴും ശബരിമലയ്ക്ക് വേണ്ടി വിവിധ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു എന്ന വേദന ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പതിവ്. പ്രതിവർഷം 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരിടമാണ് ശബരിമല. എല്ലാ ചിലവും കഴിഞ്ഞ 15 കോടി രൂപയിലധികം വരുമാനവും ദേവസ്വം ബോർഡിന് ലഭിക്കുകയാണ്. വർഷാവർഷം ഇങ്ങനെ കോടികൾ ഖജനാവിലേക്ക് വാങ്ങിക്കൂട്ടിയിട്ടും തീർത്ഥാടകർക്ക് സുഗമമായി തീർത്ഥാടനം നടത്തുവാൻ യാതൊന്നും ചെയ്യാത്ത ഈ സർക്കാർ വീണ്ടും വീണ്ടും ഭക്തരെ പിഴിഞ്ഞ് പണമുണ്ടാക്കുകയും മറുവശത്ത് ഒരു തരത്തിലും ശബരിമലയിലേക്ക് ഭക്തർ എത്താതിരിക്കുവാനുള്ള ഒരു ശ്രമം കൂടി നടത്തി വരികയാണ്. ഇനി അഥവാ ആരെങ്കിലും സൗജന്യമായി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി തയ്യാറായാലോ അതിനും ഈ സർക്കാർ തടസ്സം നിൽക്കുകയാണ്. നേരത്തെ തീർത്ഥാടകർക്ക് പമ്പയിൽ വരെ വാഹനത്തിൽ പോയി ഇറങ്ങുവാനുള്ള സൗകര്യമുണ്ടായിരുന്നുവെങ്കിൽ കാലക്രമേണ അത് നിലയ്ക്കൽ വെച്ച് എല്ലാ വാഹനങ്ങളും പിടിച്ചിടുകയും അവിടെ നിന്നും KSRTCയുടെ ബസ്സുകൾ മാത്രമേ പോകാവൂ എന്ന ആ തീരുമാനവും എടുത്ത് അത് ടിക്കറ്റ് നിരക്കിൽ വലിയ തുക തന്നെ ഈടാക്കി നിർബാധം കൊള്ളയടി തുടരുകയുമാണ്. എന്നാൽ ഇപ്പോൾ ശബരിമല തീർത്ഥാടകരെ വാഹനങ്ങളിൽ നിലയ്ക്കൽ നിന്നും പമ്പ വരെ എത്തിക്കുകയും തിരിച്ച് അവരെ പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്കും സൗജന്യമായി എത്തിക്കാമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. അവർ ഈ കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബോർഡിൽ നിന്നും ഇതിനുള്ളൊരു മറുപടിയും ലഭിക്കാതിരുന്നപ്പോൾ BHP ഹൈക്കോടതിയിലും ഇതേ സംബന്ധിച്ചുള്ള ഹർജി കൊടുക്കുകയും അവർ ചെയ്തു. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായിട്ടുള്ള മറുപടി ലഭിക്കാതിരുന്നത് കൊണ്ടാണ് അവർ സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ നയാ പൈസ മുടക്കില്ലാതെ ഗവൺമെന്റിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തീർത്ഥാടകർക്ക് ഏറെ സൗകര്യമാകുന്ന ഈ സൗജന്യം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ഇത് തടസ്സപ്പെടുത്തുവാനാണ് പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ BHP നൽകിയ ഹർജി അത് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF സർക്കാർ സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സൗജന്യ യാത്ര അനുവദിക്കുവാൻ സാധ്യമല്ല എന്നാണ് കേരള സർക്കാർ കോടതിയെ അറിയിച്ചത്. ഹൈന്ദവ സമൂഹത്തോട് ഇടതുപക്ഷ സർക്കാർ എത്രത്തോളം പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോഴും പെരുമാറുന്നത് എന്നതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇതുകൂടാതെയാണ് ഭക്തരെ കൊള്ളയടിക്കുവാനായി മറ്റൊരു തീരുമാനം കൂടി ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിലവിലുള്ള സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തുകയും ശബരിമല ദർശനത്തിനായി ഇനി മുതൽ എല്ലാ തീർത്ഥാടകരും വെർച്വൽ ക്യൂ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നുള്ള തീരുമാനമാണ് ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഭക്തർക്കുള്ള ഇൻഷുറൻസ് എന്ന പേരിൽ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് 10 രൂപ വീതമാണ് ഈടാക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇനി മുതൽ പൈസ കൊടുത്ത് വേണം അയ്യപ്പനെ കാണുവാൻ. സീസണിൽ 15 ലക്ഷം തീർത്ഥാടകരെ കൂടാതെ എല്ലാ മാസവും ശബരിമലയിലേക്ക് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എപ്പോഴും എത്തിച്ചേരുന്നത്. അവരിൽ നിന്നും കൂടി ഈ പൈസ ഈടാക്കണമെന്നും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഭക്തർക്കുള്ള ഇൻഷുറൻസ് എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയാകും ഖജനാവിലേക്ക് ഇനി എത്തിച്ചേരുക. ഇന്ത്യൻ റെയിൽവേ GST അടക്കം ഒരാളിൽ നിന്നും ഇൻഷുറൻസ് വകയിൽ 45 പൈസ മാത്രം ഈടാക്കുമ്പോഴാണ് അതിൻ്റെ 22 മടങ്ങ് അധികമായി ശബരിമലയിൽ തീർത്ഥാടകരിൽ നിന്നും തട്ടിയെടുക്കുവാൻ കേരള ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറാകുന്നത്. KSRTCയുടെ യാത്രാക്കൂലി ഇനത്തിലും ഭക്ഷണ ചെലവും പാർക്കിംഗ് ഫീസും അതേപോലെ അപ്പവും അരവണയൊക്കെ തുടങ്ങി മറ്റു പ്രസാദങ്ങൾ വാങ്ങുന്ന കാര്യത്തിലുമൊക്കെ വലിയ തുകയാണ് നിലവിൽ ഈടാക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പുതിയതായി ദർശനത്തിന് വേണ്ടിയുള്ള ഫീസ് കൂടി ഈടാക്കുവാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം എടുത്തത്. തീർത്ഥാടന കാലം വരെ കാത്തു നിൽക്കാതെ ഈ വരുന്ന ചിങ്ങമാസം മുതൽ പണം ഈടാക്കി തുടങ്ങുവാനുള്ള ആലോചനയാണ് നടന്നിട്ടുള്ളത്. വലിയ വലിയ ക്ഷേത്രങ്ങളായ തിരുപ്പതിയിലും പളനിയിലും മൂകാംബിയിലുമൊക്കെ ഒരു ഭക്തരിൽ നിന്നും ഇങ്ങനെ ദർശനത്തിന് വേണ്ടി പണം വാങ്ങാറില്ല. ഇവിടങ്ങളിൽ സ്പെഷ്യൽ ദർശനം എന്ന പേരിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അവിടെയൊക്കെ ഫീസ് വാങ്ങുന്നത്. പക്ഷേ ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിന് അതിന് പൈസ കൊടുത്ത് സാധ്യമാക്കുന്ന രീതി ഒരിടത്തും ഉണ്ടായിട്ടില്ല.
ഇതിനെല്ലാം ഘടകവിരുദ്ധമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ ഇവിടുത്തെ ഹിന്ദുക്കൾ ഒഴിച്ച് മറ്റ് ഇതര സമൂഹത്തോട് തീർത്ഥാടന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ ഇപ്പോഴുള്ള ഈ നിലപാടുകൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടതല്ല, ഇനി കാണാനിരിക്കുന്നതാണ് യഥാർത്ഥ പൂരം എന്ന് മാത്രമാണ് പറയുവാനുള്ളത്.